എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അതിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ഈ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പത്തിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. സ്റ്റൂവിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 400 ഗ്രാം മട്ടൺ ഇവിടെ എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത്. ഇവിടെ ഒരു ക്യാരറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മുറിക്കുന്ന അതേ വലുപ്പത്തിൽ തന്നെയാണ് ക്യാരറ്റും മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു സവോള ചെറുതായിട്ട് മുറിച്ചത്. ഇഞ്ചി ഒരു വലിയ കഷ്ണം നീളത്തിൽ മുറിച്ചത്. ഒരു 10-15 അല്ലി വെളുത്തുള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് നല്ല എരിവുള്ളത് നോക്കിയാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിക്കാം. ഉപ്പ്, കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ, ഇത് കുറച്ച് പെരിഞ്ജീരകവും ഏലക്കായും കൂടുതലിട്ട് പൊടിച്ച ഗരം മസാലയാണ്. തേങ്ങാപ്പാലിന് വേണ്ടി 1 മുറി തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. കൂട്ടുകളെല്ലാം ആദ്യം തന്നെ ഇറച്ചിയുടെ കൂടിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. കൂട്ടുകളെല്ലാം ആദ്യം തന്നെ ഇട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇറച്ചിയിലേക്ക് ആ കൂട്ടിൻ്റെ എല്ലാം ടേസ്റ്റ് പിടിച്ചു വരും. മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. കൂട്ടുകളെല്ലാം ഇട്ടതിന് ശേഷം 2-ാം പാലിൻ്റെ പകുതിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി കുക്കറിൽ വേവിച്ചെടുക്കാം. ഈ കുക്കറിൽ ഇറച്ചി പെട്ടെന്ന് വെന്ത് വരുന്നതുകൊണ്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 5-10 മിനിറ്റ് തീ കുറച്ചിട്ടതിന് ശേഷം ഓഫ് ചെയ്യുകയാണ് പതിവ്. ഇവിടെ ഇപ്പോൾ സ്റ്റൂവിനുള്ള ഇറച്ചി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി 2-ാം പാലിൻ്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത പ്രാവശ്യം മട്ടൺ മേടിക്കുമ്പോൾ ഇതുപോലെ സ്റ്റൂ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്നുണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നല്ലവണ്ണം ഇഷ്ടപ്പെടും. ഇത് അടുപ്പത്ത് വെച്ചൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ചൂടാകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂട്ടത്തിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലൊരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.